A4 ഷീറ്റ് കൊണ്ട് ഒരു ഹാൻഡ് മെയ്ഡ് ഫാൻ ഉണ്ടാക്കിയാലോ? ഇതിനു വേണ്ടി 3 A4 ഷീറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് തുല്യമായി കട്ട് ചെയ്ത ശേഷം അപ്പ് ആൻഡ് ഡൗൺ പാറ്റേണിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡിങ് എളുപ്പമാക്കാൻ ആദ്യം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു ട്രിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാൾ ഡെക്കോറിന് പറ്റിയ ക്രാഫ്റ്റാണ് ഇത്. ഒരു ട്രഡീഷണൽ ലുക്കാണ് ഈ ഒരു ക്രാഫ്റ്റിന് വരുന്നത്. കളർഫുള്ളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ A4 കളർ പേപ്പേഴ്സ് നമുക്ക് ഓൺലൈനിലെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ വൈറ്റ് കളർ A4 ഷീറ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യാം. 2 വൈറ്റ് പേപ്പർ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ പേപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടി ഞാനൊന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫോൾഡ് ചെയ്ത 3 ഷീറ്റും നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ചെയ്ത് തുടങ്ങിയപ്പോൾ ഇത് വളരെ എളുപ്പമാണല്ലോ, കംപ്ലീറ്റ് ലുക്ക് രസം ഉണ്ടാവുമോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും അമ്പരന്ന് പോയി എന്ന് പറയാം. കാരണം നല്ല അടിപൊളി റിസൾട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഒരു പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചെറിയൊരു പേപ്പർ മതി. അത് ഇതുപോലെ നമ്മൾ ക്രോസ് ആയിട്ടാണ് റോൾ ചെയ്യുന്നതെങ്കിൽ നല്ല വലുതായിട്ട് കിട്ടും സ്റ്റിക്ക്. പറഞ്ഞ നേരം കൊണ്ട് അങ്ങനെ അതും റെഡിയായി കേട്ടോ. ഇനി ഫാനിലേക്ക് ആ സ്റ്റിക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒട്ടിച്ച ഏരിയ ഹൈഡ് ചെയ്ത് നിർത്താൻ വേണ്ടി ഇതുപോലെ ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ട് നമുക്ക് റാപ്പ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ സ്റ്റിക്കിന് ഒന്ന് കളർഫുൾ ആക്കാൻ വേണ്ടി യെല്ലോ കളറാണ് കേട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നത്. ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു യെല്ലോ കളർ കൊടുത്തത്. പഴയ കാലത്തുള്ള ഹാൻഡ് മെയ്ഡ് ഫാനെല്ലാം ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് കലർന്ന യെല്ലോ ആയിരിക്കും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് സ്റ്റിക്കിലേക്ക് ഈ ഒരു ഫോൾഡ് ചെയ്ത പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ കറക്റ്റ് ഫാൻ്റെ ലുക്ക് വന്നില്ലേ. ഇനി ഒരു ചെറിയ പേപ്പർ എടുത്ത് നമുക്കൊരു ചെറുതായിട്ടൊരു ഡെക്കറേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഒരു ഫ്ലവർ കൈൻഡ് ഓഫ് ബോ പോലെ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ഇതും ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പണ്ട് മിഠായി കവറെല്ലാം കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്യാറില്ലേ. എന്ത് ചെയ്യുമ്പോഴും ഡെക്കറേഷൻ മസ്റ്റാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള ചുക്കിടിപ്പണികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത്. എങ്ങനെയുണ്ട്? ചില്ലറ ഡെക്കറേഷൻ കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 3rd ഡേ ക്രാഫ്റ്റ് ചലഞ്ചിൽ ഉണ്ടാക്കിയ A4 ഷീറ്റ് കൊണ്ടുള്ള ഫാൻ, ഹാൻഡ് മെയ്ഡ് ഫാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ചെറിയൊരു സപ്പോർട്ട് എനിക്ക് വളരെ വലിയൊരു മോട്ടിവേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.